ഞാനും തൃശ്ശൂരാ. പക്ഷെ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഇടുക്കിയിൽ. എന്താണ് ക്ലിയർ ആയില്ലേ? ഒന്നുമില്ല. തൃശ്ശൂർക്കാരിയാ, പക്ഷെ കല്യാണം കഴിച്ച് ഇടുക്കിയിലേക്ക് വന്നു. തൃശ്ശൂർ എവിടെയാ? ഗുഡ് മോർണിംഗ് സാർ. Good morning, sir. ഗുഡ് മോർണിംഗ് Good സർ. Good morning, sir. Morning. Good morning, sir. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. Good morning, sir. Good morning. നിങ്ങളെ സൗഹൃദ സന്തോഷം കേട്ടതിന് ശേഷം വെയിറ്റ് ചെയ്തതാ. Good morning, sir. ഗുഡ് മോർണിംഗ് Yes, സർ. good morning. Good morning. മോർണിംഗ് സാർ. Yes. Okay. Good morning to all. Okay. വൈകിട്ട് പറഞ്ഞല്ല ഈ ക്ലാസ് തൊട്ട് മുമ്പ് ക്ലാസ് ആ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഇത് രണ്ടാമത് സെറ്റ് ചെയ്ത് വെക്കാൻ. അതാണ് പറ്റിയത്. നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. യെസ്, ദാറ്റ് ഈസ് ഫൈൻ. ഓക്കെ. ഞാൻ പിന്നെ വന്നു കഴിയുമ്പോൾ നിങ്ങള് ഭയങ്കര ചർച്ച കേട്ടതെന്ന് ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്തതാണ്. യെസ്, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസിന്റെ ലെവലിൽ പോകണം. ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് സാറേ, എല്ലാവരെയും കണ്ടിട്ട്. യെസ്, അതിനുള്ള അവസരം കിട്ടിയില്ലേ. പിന്നെ രണ്ടാമത്തെ കേസ് നിങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാന്ന് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആരാണ്, ഇവിടെ നിന്നാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം. എന്റെ കയ്യിലുണ്ടല്ലോ ഡീറ്റെയിൽസ്. നിങ്ങൾ അന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് മുഴുവൻ എന്റെ കയ്യിലുണ്ട്. യെസ്. അപ്പോ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പേര് വിളിക്കുമ്പോൾ എനിക്കൊക്കെ ഓർമ്മ വരും. ഇന്ന ആളല്ലേ, അപ്പൊ ഇന്ന റേഞ്ചിലാണ് അല്ലെങ്കിൽ ഇന്നതാണ് എന്നൊരു സംഗതി വരും. അങ്ങനെ തന്നെ ഇരിക്കണം. നിങ്ങൾ ടീച്ചറാകുമ്പോൾ കറക്റ്റായിട്ട് ഓരോ കുട്ടികളെയും നിങ്ങൾ പഠിക്കണം. അത് ആ ടീച്ചർക്ക് നിങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം വരാനായിട്ട് ഒരുപാട് കാരണം. യെസ്, യെസ്. അപ്പൊ ഇങ്ങനെ അവർക്ക് കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. നമുക്ക് പിന്നീട് നമുക്ക് ആലോചിക്കാം. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ചയൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഡ്രീംസ് ഒക്കെ പറഞ്ഞപ്പോ നമുക്ക് അഡ്ജക്റ്റീവിനെ കുറിച്ച് Sorry for the introduction. Prayer. ഓ സോറി. ഐ ആം റിയലി സോറി. യെസ്, ഹു ഈസ് ഡൂയിങ് പ്രയർ? ആരാണ് പ്രയർ? ഞാൻ പാടാം. യെസ്, യെസ്. സാർ, ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലാണ് പ്രയറും തോട്ടും വെൽക്കും എല്ലാം പറയുന്നത്. യെസ്, ഓക്കെ. പ്രയർ പറയുന്നത് ഞാനാണ്. അയ്യോ. റോസ് എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര്. ഓരോ ഗ്രൂപ്പിനും ഓരോ പേര് ഇട്ടിട്ടുണ്ട്. പേര് റോസ്. റോസ്. യെസ്. പിന്നെ മറ്റു ഗ്രൂപ്പുകളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ജാസ്മിൻ. പിന്നെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഇട്ടിട്ടുന്നുള്ളൂ. ഇങ്ങനെ 4 പേര് വെച്ചിട്ടാണ് ഗ്രൂപ്പില് ഞങ്ങള്. ഓക്കെ. നല്ല സുഗന്ധം പറ്റുന്നതാവട്ടെ. യെസ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. റോസിന് പ്രത്യേകത ഇല്ല. ആരും അങ്ങോട്ട് കൈകൊണ്ട് ഇടില്ല, കാരണം ഉള്ള ചെടിയാണ്. യെസ്. ഓക്കെ. എന്നെ കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സേതുലക്ഷ്മി. ഓക്കെ. ജോസ്മി സ്റ്റാർട്ട് ചെയ്തോളൂ. Lord, help me to remember that nothing is going to happen to me today that you and I together can't handle. Amen. Yes, very good, very good. May let the God bless you. Okay. Then signing on. Sir, Asina. Asina. Okay, Asina. I am very happy to welcome you all to our English class. It's a great pleasure for me to be here with you today. In this class, we will learn English in a simple, interesting, and friendly way. I request all of you to participate actively, ask questions freely, and enjoy the learning process. Thank you all. Okay. ഹൃദയത്തിന്നുള്ള വാക്കുകളല്ലേ ഹസീന? Yes. Yes, thank you. Thank you, sir. Thought of the day. Sir, ഞാനാണ് നയന. Yes, okay. Continue. Good morning, all. Morning. The best preparation for tomorrow is doing your best today. Yes, correct. Do our best today. Okay, so tomorrow is uncertain. ഉറപ്പില്ലാത്തതാണ്. Today is certain. Okay, Naina? Very good.
സർ, ശനിയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എന്നുവെച്ചാൽ എല്ലാവർക്കും പറയാനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇങ്ങനെ കുറെ പേര് മടിച്ചു നിൽക്കല്ലേ? അപ്പൊ അങ്ങനെ എല്ലാവരും മുന്നോട്ട് വരട്ടെ എന്നുള്ള ഒരു അഭിപ്രായം കൊണ്ട് അങ്ങനെ ശനിയാണ് ആദ്യം മുൻകൈ എടുത്ത് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ നൈനയാണ് അത് ലീഡ് ചെയ്തത്, ഗ്രൂപ്പ് ഒക്കെ ആക്കാനുണ്ട്. പിന്നെ ശനി, അപ്പൊ ശനി റോജിന ഇതിനിടയിൽ അനുവും കൂടെ ഉണ്ട്. അനു ഉണ്ട് കൂടെ. അനു നല്ല സപ്പോർട്ട് ആയിട്ട് അനു ഉണ്ട് കൂടെ. നോട്ട്സ് ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടേ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ശനി ആദ്യം ഈ ചിന്ത വന്നില്ലേ, അതിന് വെരി ഗുഡ്. യെസ്, ഒരാള് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിനെ സപ്പോർട്ട് ചെയ്യില്ലേ നയന, അതിനും വെരി ഗുഡ്. യെസ്, ഐഡിയ എവിടുന്ന് വേണമെങ്കിലും ഒക്കെ വരാം. കഴിഞ്ഞ ദിവസം ഞാൻ പാട്ട് പറഞ്ഞു കേട്ടോ. ചില ഗ്രൂപ്പുകളൊക്കെ ചെല്ലുമ്പോഴേ അവിടെ ചിലപ്പോ നമ്മൾ ഒരേപോലെ ചിന്തകളുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോ അവിടെ എന്താ പറയാ അത്ഭുതങ്ങൾ സംഭവിക്കും. സിദ്ദിഖുൽ ആലമി യോജിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായ അത്ഭുതം, അനിൽ ബാബു എന്ന് പറയുന്ന രണ്ടുപേര് യോജിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായ അനുഭവം, എന്നുപോലെ ഒരുപാട് ആളുകൾ യോജിച്ചു കഴിയുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ചിലപ്പോൾ സംഭവിക്കും. അപ്പൊ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഒരേപോലെ ടേസ്റ്റ് ഉള്ളവര് തമ്മിൽ യോജിച്ച് കഴിയുമ്പോഴേ അപ്പൊ കുറച്ചുകൂടി സ്മൂത്ത് ആവും, ചിന്തകൾ സ്മൂത്ത് ആവും. എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ഒരു കൈ നോക്കിയാലോ എന്നൊരു ചിന്ത വരും. അത് സൂപ്പർ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലിയ കാര്യങ്ങളിലേക്ക് എത്തുള്ളൂ. യെസ്, നിങ്ങള് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ഇപ്പൊ പല ആളുകളോട് പറയാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ പിന്നെ പിടിക്കാം. യെസ്, അപ്പൊ APJ അബ്ദുൽ കലാം ISROയിൽ ആരാലും അറിയപ്പെടാതിരുന്ന ഒരു സയന്റിസ്റ്റാണ്. ആരും അറിയില്ല പുള്ളിന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാ ISROയിൽ ധാരാളം സയന്റിസ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരാള് ഇദ്ദേഹം. അപ്പൊ അന്ന് പ്രതിരോധ സെക്രട്ടറി RK ധവാനാണ്. അപ്പൊ ധവാൻ വന്നിട്ട് നമ്മുടെ ഇങ്ങനോട് ഈ APJ അബ്ദുൽ കലാമിനോട് പറയുന്നത് നമുക്ക് ഒരു ബഹിരാകാശത്തേക്ക് ഒരു റോക്കറ്റ് വിടണം എന്ന് പറയുന്നു. അത് എന്റെ പടികളും കാര്യങ്ങളൊക്കെ ചെയ്ത് APJ അബ്ദുൽ കലാമാണ്. പക്ഷെ ആ റോക്കറ്റ് ബഹിരാകാശം വരെ എത്തിയില്ല. അത് കടലിലാണ് ചെന്ന് വീണത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണെന്ന് ഗവൺമെന്റിന് ഉണ്ടായത്. അപ്പൊ APJ അബ്ദുൽ കലാം അതോടുകൂടി പണി മതിയാക്കി പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം തന്നെ രാജിക്കത്ത് എഴുതി പിറ്റേ പ്രാവശ്യം RK ധവാൻ വന്നു കഴിഞ്ഞപ്പോൾ പ്രതിരോധ സെക്രട്ടറിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നു സാറേ, ഞാനില്ല, ഞാൻ ജോലി രാജിവെക്കുകയാണ്, ഞാൻ വിട പറയുകയാണ്. അപ്പൊ എനിക്ക് പറ്റില്ല, എനിക്ക് ഈ പണി പറ്റില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പൊ തന്നെ എത്ര കോടി രൂപയാണ് സർക്കാർ നഷ്ടം എന്ന് പറയും. അപ്പൊ അങ്ങനെ പുള്ളി രാജിക്കത്ത് ധവാന് കൊടുക്കണം. അപ്പൊ അന്ന് ധവാൻ APJ അബ്ദുൽ കലാമിനോട് പറഞ്ഞു, കലാമേ, ഇന്ത്യ എത്രയോ റോക്കറ്റുകൾ കടലിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നു, ഇനി എത്രയോ എണ്ണം കടലിലേക്ക് വിടാനിരിക്കുന്നു. അതുകൊണ്ട് ആ രാജിക്കത്ത് അങ്ങനെ കീറിക്കളഞ്ഞിട്ട് പോയി പണിയെടുക്കാൻ പറയുന്നു, പോയി ജോലി ചെയ്യാൻ പറയും. അങ്ങനെ പറഞ്ഞു ആര്? പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള RK ധവാൻ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് ഒരു റോക്കറ്റ്, അത് ബഹിരാകാശത്തിന്റെ ആ സക്സസ് ആയിരുന്നു. അത് സക്സസ് ആയി കഴിഞ്ഞതിന് ശേഷം ഡൽഹിയില് RK ധവാൻ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചുകൊണ്ടിരുന്നു. ആ പ്രസ് കോൺഫറൻസിൽ പത്രക്കാരോട് ധവാൻ ആ റോക്കറ്റിനെ കുറിച്ചും അതിന്റെ ലോഞ്ചിനെ കുറിച്ചും ഇന്ത്യയുടെ സക്സസിനെ കുറിച്ചും പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം പുള്ളി പറഞ്ഞു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളുണ്ട്, അദ്ദേഹമാണ് എന്റെ ഈ പുറയിൽ ഇരിക്കുന്ന ആള്. ഹിസ് നെയിം ഈസ് APJ അബ്ദുൽ കലാം. അവിടെ മുതലാണ് ലോകം APJ അബ്ദുൽ കലാമിനെ അറിയുന്നത്. അത്രയും നാൾ വരെ APJ അബ്ദുൽ കലാമിനെ ആർക്കും അറിയില്ല. യെസ്, അപ്പൊ അന്ന് ആ രാജിക്കത്ത് പുള്ളി വാങ്ങിച്ചിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ സംഭവം ഉണ്ടാവുമായിരുന്നില്ല. യെസ്, അപ്പൊ പുള്ളിക്ക് മനസ്സിലായത് പലപ്പോഴും പല സ്ഥലത്ത് നമ്മൾ പരാജയപ്പെടും. ചിലപ്പോൾ അതൊക്കെ അനുഭവം. അതുകൊണ്ടാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത് ഫെയിൽ എന്ന് പറയുന്നൊരു വാക്കില്ല. FAIL ഫെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയപ്പെടുക എന്നാണ്. FAIL ഫെയിൽ എന്നുള്ളതിന് അദ്ദേഹം പറയുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്.
നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നതിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് ഫെയിൽ. ഫസ്റ്റ് അറ്റംപ്റ്റ് ഗ്രേഡ്. അങ്ങനെ APJ അബ്ദുൽ കലാം തന്നെ കൊടുത്തിരിക്കുന്ന ഒരുപാട് അപ്രിവേഷൻസ് ഉണ്ട്. യെസ്, വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം APJ അബ്ദുൽ കലാം സർക്കാരിലേക്ക് ഒരു പ്രോജക്റ്റ് സമർപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രോജക്റ്റ് 2-3 സജഷൻസ് വേണമെന്ന് പറഞ്ഞ് റിട്ടേൺ വന്നു. അന്ന് രാത്രി APJ അബ്ദുൽ കലാമിന് ഉറങ്ങാൻ പറ്റിയില്ല. പുള്ളിയുടെ മുറിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം. അപ്പൊ അടുത്ത മുറിയിൽ താമസിക്കുന്ന സഹമുറിയിൽ വന്നിട്ട് പറഞ്ഞു, കലാമെ ഉറങ്ങുന്നില്ലേ? അപ്പൊ കലാം അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിപ്പോ സർക്കാർ താങ്കളുടെ പ്രോജക്റ്റ് തള്ളിയല്ലോ, സർക്കാർ 2-3 സജഷനല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആ സജഷൻ ചെയ്തിട്ട് ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് സബ്മിറ്റ് ചെയ്തു. അപ്പോ അങ്ങനെ ആ ഫയല് അന്നത്തെ പ്രധാനമന്ത്രിയുടെ മേശപ്പുറത്ത് വരുന്നു. അപ്പൊ പ്രധാനമന്ത്രിയുടെ മേശപ്പുറത്ത് വരുന്ന ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ്. യെസ്, അതായത് വൺ ഈസ് റെഡി ടു സൈൻ. ഉദ്യോഗസ്ഥന്മാരെല്ലാം നോക്കി പക്കയായിട്ട് വെച്ചിരിക്കുന്നതാണ്. പ്രധാനമന്ത്രി എന്റെ അടിയിൽ ഒപ്പിട്ടാൽ മാത്രം മതി. മറ്റേത് ഇതേപോലെ പ്രോജക്റ്റുകളാണ്. അത് പ്രധാനമന്ത്രി വായിച്ചു നോക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ വായിക്കാം, ഇഷ്ടമില്ലെങ്കിൽ വായിക്കാതിരിക്കാം. അതൊക്കെ പ്രധാനമന്ത്രിയുടെ താല്പര്യം പോലെ. യെസ്, അപ്പൊ അന്നത്തെ പ്രധാനമന്ത്രി ഈ വായിച്ച കൂട്ടത്തില് ഈ APJ അബ്ദുൽ കലാം തയ്യാറാക്കിയ പ്രോജക്ട് റിപ്പോർട്ട് വായിച്ചു. ആ വായിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി ആരെ വിളിച്ചു? RK ധവാനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ എഞ്ചിനീയറോട് എന്നെ വന്ന് കാണാൻ പറയും. നമ്മള് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കഴിവുള്ളവരാണെങ്കിലുണ്ടല്ലോ, നമ്മളെ തേടിയെത്തും അവസരങ്ങൾ. ഇഫ് യു ആർ ടാലന്റഡ്. അപ്പൊ APJ അബ്ദുൽ കലാമിന്റെ റിപ്പോർട്ട് വായിച്ചിട്ട് പ്രധാനമന്ത്രി പറയുന്നത് തയ്യാറാക്കിയ ആളുകൾ പ്രധാനമന്ത്രിയാണ് പറയണത്, എന്നെ വന്ന് കാണാൻ പറയും, മീറ്റ് മീ. അങ്ങനെ RK ധവാൻ അത് വന്നിട്ട് APJ അബ്ദുൽ കലാമിനോട് പറയുന്നു, കലാമെ നിങ്ങൾ പ്രധാനമന്ത്രി വിളിക്കുന്നു. അപ്പൊ കലാം പറഞ്ഞു, ഞാൻ പോകുന്നില്ല. കാരണം പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് ചെല്ലണമെങ്കിൽ നല്ലൊരു സ്യൂട്ട് വേണം. എനിക്ക് അത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നടക്കില്ല. മാത്രമല്ല എന്റെ സഹോദരി പഠിക്കുന്നുണ്ട്. സഹോദരിയുടെ മകള്, അവളുടെ പഠന ചെലവിനുള്ള പൈസ മുഴുവൻ മീറ്റ് ചെയ്യുന്നത് ഞാനാണ്. പിന്നെ അതെനിക്ക് നല്ലൊരു ഷൂ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കാണാനായിട്ട് പോകുന്നില്ല എന്നാണ് APJ അബ്ദുൽ കലാം ആദ്യം പറഞ്ഞത്. അതിന് ധവാൻ കൊടുത്ത മറുപടി ഇതാണ്, മിസ്റ്റർ കലാം, യു ആർ വെൽ ഡ്രസ്ഡ് വിത്ത് യുവർ പ്രോജക്ട് റിപ്പോർട്ട്, ഗോ ആൻഡ് മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ. അങ്ങനെ നമ്മുടെ APJ അബ്ദുൽ കലാം പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി നഗ്നപാതനായിട്ട് ചെല്ലുക. അപ്പൊ അദ്ദേഹം അവിടെ ചെന്നു. പ്രധാനമന്ത്രി ഈ പ്രോജക്റ്റ് എടുത്തു. അതിന്റെ ചോദിച്ചു, നിങ്ങളാണത് തയ്യാറാക്കിയെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു യെസ്. അപ്പോ പ്രധാനമന്ത്രി പറഞ്ഞു, യെസ്, ദ ഗവൺമെന്റ് ഈസ് വെൽ പ്ലേസ്ഡ് വിത്ത് ദിസ് പ്രോജക്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഡിഫൻസ് അക്കാഡമി ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയിട്ട്, വ്യോമസേന, നാവികസേന, കരസേനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് അക്കാഡമി നമ്മൾ ആരംഭിക്കുന്നു. അതായിരുന്നു ആ പ്രോജക്ടിന്റെ വിഷയം ഉണ്ടായിരുന്നത്. അപ്പോ ഗവൺമെന്റ് നിങ്ങളുടെ പ്രോജക്റ്റില് നിങ്ങൾ പറഞ്ഞ പ്രൊപ്പോസൽസ് ഗവൺമെന്റ് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അത് നല്ല കാര്യമായിരിക്കും എന്നുള്ള പ്രൊപ്പോസൽ അംഗീകരിക്കുന്നു. അങ്ങനെ ഡിഫൻസ് അക്കാഡമി ആരംഭിക്കാനായിട്ട് ഗവൺമെന്റ് തത്വത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പറയുന്നു. അപ്പൊ APJ അബ്ദുൽ കലാമിന് ഭയങ്കര സന്തോഷമായി. കാരണം താൻ കൊടുത്തൊരു പ്രോജക്റ്റ്, ഒരു പ്രൊപ്പോസൽ, അത് പ്രധാനമന്ത്രി അംഗീകരിച്ചില്ലേ. അങ്ങനെ പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. തിരിച്ചു പോരുന്ന സമയത്ത് പ്രധാനമന്ത്രി വിളിച്ചു, മിസ്റ്റർ കലാം, യു ആർ അപ്പോയിന്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദി ഡിഫൻസ് സെക്രട്ടറി. അവിടെ നിന്നാണ് APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആ ലെവലിലോട്ട് വളർന്നത്. ആലോചിച്ച്, വളരെ സാധാരണയായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വളർച്ചയുടെ ഓരോ തോതുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇതേപോലെ ഘട്ടം ഘട്ടമായിട്ട് വരും. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹീസ് ടാലന്റഡ്. പിന്നെ അതുപോലെ വളരെ സാധാരണ ഒരു സിമ്പിളായ ഒരു മനുഷ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതിമാരിലെ വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ APJ അബ്ദുൽ കലാം. യെസ്. അപ്പോ കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്, ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടാൽ അത് സ്വപ്നമാണെന്നും, 2 പ്രാവശ്യം കണ്ടാൽ അതൊരാഗ്രഹമാണെന്നും, 2-ൽ കൂടുതൽ പ്രാവശ്യം കണ്ടാൽ അത് നിങ്ങളുടെ ലക്ഷ്യമാണെന്നും കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കാന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോഴേ എന്റെ കൺട്രോൾ പോകും. യെസ്. അപ്പൊ പറയാം. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. I like him very most. Okay.
അപ്പൊ നമ്മുടെ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആരാണ് പ്രിയ കൂടെ ഉള്ളത്? മകളുടെ പേരെന്താണ്? മൈക്കോടാക്ക് പ്രിയ. എവിലിൻ എവിലിൻ. എവിലിൻ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ആണോ? വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു. ആ അഡ്ജക്റ്റീവ് ക്ലോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്ജക്റ്റീവ് ഫ്രേസസിനെ കുറിച്ചാണ്. അഡ്ജക്റ്റീവ് ഫ്രേസസിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങോട്ട് നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസിനെ കുറിച്ചല്ല, അഡ്ജക്റ്റീവ് ഫ്രേസസിനെ കുറിച്ചാണ് പറഞ്ഞത്. സോറി അഡ്ജക്റ്റീവ് ഫ്രേസസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ് കറക്റ്റ് ആണ്. അഡ്ജക്റ്റീവ് ഫ്രേസസിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഇന്ന് അഡ്ജക്റ്റീവ് ക്ലോസിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിടക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും. നികിത രാജ്. Sir. Yes. How are you, Nikita? Fine, sir. Yes, nice. I am also very fine. Okay. Apo, Nikita, are you married? Yes. Yes, sir. Okay. അപ്പൊ നികിത വിചാരിക്കേ, നികിതയുടെ ഭർത്താവ് ഇന്നലെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു വന്നു. വിചാരിക്കേ, പിറ്റേന്ന് ഭർത്താവിനോട് പറയണം, നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു പിറ്റേന്ന് പറയുന്നു. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്ക്. പച്ചക്കറി എന്നുള്ളതിന് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞോ. കൊണ്ടുവരിക എന്നുള്ളതിന് ബ്രിങ്ങിന്റെ പാസ്റ്റൻസ് ബ്രോട്ടോ ബ്രിങ്, അത് ഇഷ്ടം വെച്ചാൽ അതങ്ങനെ ഉപയോഗിച്ചോ. മോശം എന്നുള്ളതിന് ബാഡ് മതി. എല്ലാ വാക്കുമായിട്ടുണ്ട്. ഇനി അതൊന്ന് അടക്കി പറിക്കുന്നത് വെച്ചാൽ മതി. സംഭവത്താണ് നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. അതൊന്ന് ഇംഗ്ലീഷിൽ പറയും. Yesterday you brought vegetables. അല്ലേ? ശരിയാണ്. Yesterday you brought very bad vegetables. Yesterday you brought very bad vegetables. അല്ലേ? ഓക്കെ, സംഗതി കറക്റ്റാണ്. സംഗതി പിടികിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആയില്ലെന്നുള്ളൂ. സംഗതി അർത്ഥം കറക്റ്റാണ്. ഇന്നലെ മോശം പച്ചക്കറി കൊണ്ടുവന്നത്. നമ്മൾ ഉദ്ദേശിച്ചത് ഇന്നലെ കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമായിരുന്നു എന്നുള്ള രീതി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. അലീസ പറഞ്ഞു. അലീസ ഒന്ന് പറഞ്ഞു നോക്കിയേ. The vegetables which you brought yesterday were bad. Yes, which you brought. അപ്പൊ അവിടെ നിൽക്കട്ടെ കേട്ടോ. യെസ്. പ്രിയ ജോയി, അലീസ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കാം, ഇല്ലെങ്കിൽ വേറെ ഇതിൽ എഴുതിയത് റൈറ്റ് ആണോന്ന് അറിയില്ല. The vegetables you brought yesterday is very bad. ഓക്കെ, വെരി ഗുഡ്. അപ്പോ അലീസ പറഞ്ഞതും പ്രിയ പറഞ്ഞതും ഏതാണ്ട് സെയിം ആണ്. അലീസ അതിൻ്റെ അകത്ത് ഒരു വിച്ച് ചേർത്തു. പ്രിയ ചേർത്തപ്പോ അതിൻ്റെ അകത്ത് എന്ത് ചേർത്തില്ല? വിച്ച് ചേർത്തില്ല. ഓക്കെ, നമ്മള് ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് അറിയാവുന്നവര് കുഴപ്പമില്ല. എന്നാൽ എല്ലാവരും കൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസിലോട്ട് വരുമ്പോഴേ അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിന്ന് പറഞ്ഞത്. ഓക്കെ, അവിടെ ഒരു വിച്ച് ചേർത്ത്. വിച്ച് എന്ന് പറഞ്ഞ വാക്കിന് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അർത്ഥമുണ്ട്. ഏത്? വിച്ച് ഈസ് യുവർ ബാക്ക്, വിച്ച് ഈസ് ഓക്കെ. അനു, സഞ്ജു. ഓക്കെ, അതിൻ്റെ അകത്ത് ചെറിയൊരു പ്രോബ്ലം കിടപ്പുണ്ട്. അനു, യെസ്. ഇവിടെ നോക്കിയേ, സിമ്പിൾ. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ദ വെജിറ്റബിൾസ്. എങ്ങനെയുള്ള വെജിറ്റബിൾ? കൊണ്ടുവന്നതായ. ആ ആയ എന്നുള്ളൊരു വാക്ക് ചേർക്കണം. അത് കറക്റ്റ് ആര് ചേർത്തു? അലീസ ചേർത്തു. ആയ എന്നുള്ളതിന്റെ വേർഡ് എന്താണ്? വിച്ച് ചേർത്ത്. വിച്ച് എന്ന് പറയുന്ന വേർഡിന് ഏത് എന്ന അർത്ഥമുണ്ട്. യെസ്, വിച്ച് ഈസ് യുവർ ബാഗ്, വിച്ച് ഈസ് യുവർ പ്ലേറ്റ്, അങ്ങനെയൊക്കെ ചോദിക്കാം.
പക്ഷെ ഇവിടത്തെ അർത്ഥം എന്താണ്? ആയ എന്നുള്ള അർത്ഥമാണ്. വിച്ച് ബ്രോട്ട്. അപ്പോ അതിന്റെ കറക്റ്റ് ആൻസർ ഇതാണ്. ദ വെജിറ്റബിൾസ് വിച്ച് യു ബ്രോട്ട് യെസ്റ്റർഡേ വേർ വെരി ബാഡ്. ആ വിച്ചും കൂടി അവിടെ വേണം. ആ വിച്ചിന്റെ അർത്ഥം എന്താണ്? ആയ എന്നുള്ള അർത്ഥത്തിലാണ് ആ വിച്ച് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അത് നമുക്ക് അതുപോലെ നമുക്ക് വേറെ പറയാം. ഒരു പ്രസന്റ് കിട്ടി, ആ പ്രസന്റ് വളരെ സൂപ്പറാണ്. അപ്പൊ പറയാ ദ പ്രസന്റ് വിച്ച് യു ഗേവ് മീ. നീ എനിക്ക് നൽകിയതായ പ്രസന്റ് സൂപ്പർ, സൂപ്പർ ആയിരുന്നു. അല്ലെങ്കിൽ ഈ സൂപ്പർ, സൂപ്പർ ആകുന്നു. യെസ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രീറ്റ് കൊടുത്തു, കിട്ടി. ആ ട്രീറ്റിനെ കുറിച്ച് പറയാം ദ ട്രീറ്റ് യു ഗേവ് മീ. നീ എനിക്ക് വിച്ച് യു ഗേവ് മീ. നീ എനിക്ക് നൽകിയതായ ട്രീറ്റ്. ദാറ്റ് വാസ് വെരി ഗുഡ്. അത് വളരെ മനോഹരമായിരുന്നു. ഓക്കെ, അപ്പൊ ആ വിച്ച് എന്ന് പറയുന്ന വേർഡിന് ആയ എന്നൊരു അർത്ഥം കിടപ്പുണ്ട്. അപ്പോ ഇടക്ക് ചില സെന്റൻസിന്റെ ഇടക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾ അവിടെ ഏത് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സെന്റൻസിന്റെ അർത്ഥം പറയാൻ പറ്റില്ല. ഒരു വഴിക്ക് വേറെ വഴിക്കൊക്കെ പോയി. യെസ്, അപ്പൊ ആയ എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. അപ്പൊ ഷായിലത്തൊരു വാചകം പറയാം, അതിൻ്റെ അകത്തൊരു വിച്ച് വേണം. ആ വിച്ച് എന്ന് ഉപയോഗിച്ച് ആയ എന്ന അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു വാചകം പറയാം. ഇഷ്ടമുള്ളൊരു വാചകം പറഞ്ഞു അതിൻ്റെ അകത്തൊരു വിച്ച് വേണം. ഈ വിച്ച് ആദ്യം വരുന്ന ഇടയിൽ വരാം. ഇപ്പൊ ഈ പറഞ്ഞില്ലേ വെജിറ്റബിൾസ് വിച്ച് യു ബ്രോട്ട് വെർ വെരി ബാഡ്. അതുമല്ല ഇങ്ങനെ വേറെ പറഞ്ഞില്ലേ ദ ട്രീറ്റ് വിച്ച് യു ഗേവ് മീ വാസ് സൂപ്പർ. അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ ഒരു വാചകം പറഞ്ഞു. ഓക്കെ, ശരിയാണെന്ന് അറിയില്ല സാറേ, പറഞ്ഞു നോക്കാം. യെസ്, ബാക്കി ഞങ്ങൾ ഇത്രയും പേരില്ലേ ഒപ്പം നിൽക്കാനായിട്ട്. ഡോണ്ട് വറി. The dress which you brought is very beautiful. യെസ്, ഒന്നുകൂടി പറഞ്ഞ ക്ലിയർ ആയില്ല. The dress which you brought you very beautiful. എന്താണ് ഉദ്ദേശിച്ചത്? ശൈലത്തിൽ മലയാളത്തിൽ പറഞ്ഞ ആ ഡ്രസ് മേടിച്ചുകൊണ്ട് വന്നത് നല്ലതായിരുന്നു, അതാണ് ഉദ്ദേശിച്ചത്. ആരെങ്കിലും വേറെ ആളൊന്നും പറഞ്ഞെങ്കിൽ ക്ലാരിറ്റി കുറവ്. ഇനി എന്റെ കുഴപ്പമെന്ന് അറിയാൻ പാടില്ല. ജോസ്മി എന്താണ് പറഞ്ഞത്? ശൈലത്ത് നന്നായിരുന്നു എന്നല്ലേ പറഞ്ഞത്? എന്ത് നന്നായിരുന്നു തന്നെ? എനിക്ക് ക്ലിയർ ആയില്ല. അതൊന്ന് ക്ലിയർ എന്നല്ലേ പറഞ്ഞത്? ഡ്രസ് എന്നല്ലേ പറഞ്ഞത്? The dress which you brought very beautiful. യെസ്, ഓക്കെ. അപ്പൊ വളരെ തന്ത്രപരമായ നീക്കമാണ് ശാഖിലത്ത് നടത്തിയത്. എന്ത് ചെയ്തു? പച്ചക്കറി മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി ഡ്രസ് കൊണ്ടുവന്ന് അങ്ങനെ ഫിറ്റ് ചെയ്തു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആണ്. അപ്പൊ അത് തന്നെ പറയാം. ഇപ്പൊ രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, അത് നല്ല ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് പറയാം, അമ്മയോട് പറയുന്നത് ദ ബ്രേക്ക്ഫാസ്റ്റ് വിച്ച് യു പ്രിപ്പയർഡ് ടുഡേ ഈസ് ഡെലീഷ്യസ്, ഈസ് വെരി ടേസ്റ്റി. ഇത് തുടങ്ങി പറയാമല്ലോ. അപ്പൊ വിച്ച് നമുക്ക് പറയാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി ഷെനി റോജി. യെസ്, ശനി വരുമെന്ന് വിചാരിക്കാം. അപ്പൊ ജോസ്മി. യെസ്, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ദ വെജിറ്റബിൾസ് വിച്ച് യു ബ്രോട്ട് യെസ്റ്റർഡേ വെർ വെരി ബാഡ്. അപ്പൊ കൊണ്ടുവന്നതായ അത് ആ ആയ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ച ഏതാണ്? വിച്ച് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചു. അപ്പോ ജോസ്മിയുടെ വീടിന്റെ മുന്നിൽ ഒരു പയ്യൻ നിൽക്കുകയാണ്, ഒരു ആൺകുട്ടി നിൽക്കുകയാണ്. ഒരു 15 വയസ്സ് 16 വയസ്സ് ഒരു പയ്യൻ നിൽക്കുകയാണ്. അപ്പൊ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയുള്ള മറ്റ് ആളുകളോട് ജോസ്മി പറയുന്നത് SSLCക്ക് ഫുൾ A+ കിട്ടിയതായ കുട്ടി ഇവനാകുന്നു. SSLCക്ക് ഫുൾ A+ കിട്ടിയതായ കുട്ടി ഇവനാകുന്നു. The boy അല്ലേ വരാ സാർ? തെറ്റിക്കോട്ടെ, അതൊക്കെ വിട്ടോ, പോന്നോട്ടെ, സംഗതി പോന്നോട്ടെ. This is the boy. This is the boy. Which അല്ലേ? Which
SSLC full A plus. ഓക്കെ, അപ്പൊ അതിനകത്ത് കിട്ടി എന്നുള്ളൊരു ഗോട്ട് എന്നുള്ള വാക്കുകൂടി ചേർക്കാം. അപ്പോൾ ജോസ്മി വളരെ നിഷ്കളങ്കമായിട്ട് ചിന്തിച്ചു, ദിസ് ഇസ് ദ ബോയ്. അത് കറക്റ്റ് ആണ്, ഇതാണ് ആ ആൺകുട്ടി. വിച്ച് ഗോട്ട്, ലഭിച്ചതായ, എന്ത് ലഭിച്ചതായ? ഫുൾ A+ ഇൻ SSLC എക്സാമിനേഷൻ. SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടിയതായ കുട്ടി ഇതാകുന്നു. പക്ഷെ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് എടുക്കുന്നുണ്ട്. യെസ്, കാരണം ഞാൻ ആദ്യം വിളിച്ചത് ഷെനിനെയാണ്. ഷെനി ഒന്ന് പറയാമോ? ഞാനേ ഇവിടെ പണിക്കാരി വന്നിട്ടുണ്ട്, അപ്പൊ വിളിച്ചപ്പോ പോയത്. സോറി സാറേ. വേറെ ഒന്നുമില്ല. ഷെനിയുടെ വീടിന്റെ മുന്നിൽ ഒരു പയ്യൻ വന്ന് നിൽക്കുന്നു. ആ പയ്യനെ നോക്കിക്കൊണ്ട് ആ പണിക്കാരനോട് പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം SSLCക്ക് ഫുൾ A+ കിട്ടിയതായ കുട്ടി ഇവനാകുന്നു. കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടിയതായ കുട്ടി ഇവനാകുന്നു. This is the boy which got full A+. Yes. സാർ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ജീവനുള്ള വസ്തുക്കളെ, ജീവനില്ലാത്ത വസ്തുക്കളെയാണ് വിച്ച് വെക്കുക, ജീവനുള്ളവർക്ക് ഹൂ അല്ല എടുക്കുക. ഹൂ ഇസ് ദ ബോയ്? Yes. ദിസ് ഈസ് ദ ബോയ് ഹൂ അല്ല, ഹൂ ഗോട്ട്. Yes, very good, very good, very good. കറക്റ്റ് ആണത്. അപ്പൊ ജോസ്മി ആയ എന്നുള്ള അർത്ഥത്തിൽ വിച്ച് ഉപയോഗിച്ചു. അത് തെറ്റായിട്ട് പറയല്ല. പക്ഷെ ഇവിടെ നമ്മൾ ആയ എന്ന് പറയുന്ന ആരെയാണ്? ഒരു കുട്ടിയാണ്. കുട്ടി എന്ന് പറയുമ്പോൾ അതിന് ജീവനുണ്ട്. അവിടെ ആയ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് പറയണം? അവിടെ നമ്മൾ പറയേണ്ടത് വിച്ചല്ല, പറയേണ്ടത് ഹൂവാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ത് വരും? ദിസ് ഈസ് ദ ബോയ് ഹൂ ഗോട്ട് ഫുൾ A+. അതാണ് കറക്റ്റ്. ഹൂ എന്ന് പറയുന്ന വേർഡിന് സാധാരണഗതിയിൽ നമുക്ക് പരിചയമുള്ള ഒരു അർത്ഥമാണ് ഹൂ ആർ യു, ആരാകുന്നു നീ. അപ്പൊ ആര്? അപ്പൊ ആര് എന്നുള്ള അർത്ഥത്തിലല്ല, ആയ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഹൂ. യെസ്, ഓക്കെ. അപ്പൊ അത് സംഗതി പിടികിട്ടിയല്ല. ഇങ്ങനെ വിച്ച്, ഹൂ ഇതെല്ലാം ചേർക്കുന്നതിന് ഈ വേർഡുകളൊക്കെ പറയുന്ന പേരാണ് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയും. എന്താണ് റിലേറ്റീവ് പ്രോനൗൺ? റിലേറ്റീവ് പ്രോനൗൺ. അപ്പൊ നിങ്ങൾ ചെറിയൊരു ഹെഡിങ് എഴുതി വെച്ചോ, റിലേറ്റീവ് പ്രോനൗൺ. എന്നിട്ട് അതിന്റെ അടിയിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് റിലേറ്റീവ് പ്രോനൗൺ അടിയിൽ നിന്ന് എഴുതി വെച്ചു. നേരത്തെ പറഞ്ഞ വിച്ച്, അതിന്റെ അടിയിൽ ഹൂ, അതിന്റെ അടിയിൽ ഹും. സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് സാറേ റിലേറ്റീവ് പ്രൊനൗൺസ്. പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ അങ്ങോട്ട് പറയുന്നു. യെസ്, ഓക്കെ. അതിന് ഇല്ലാത്തവരെ എഴുതിക്കോളൂ. ഹൂ, വിച്ച്, ഹൂ, ഹും, ഹൂസ്, ദാറ്റ്, when, where, 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 why, WHY, why. ഓക്കെ, അതൊന്ന് അവിടെ കിടന്നോട്ടെ, നമുക്ക് പിന്നീട് ഉപകാരത്തിലേക്ക് എടുക്കാം. അവിടെ കിടന്നോട്ടെ. യെസ്. ഇനി അടുത്തൊരു വാചകം ഞാനിവിടെ പറയുകയാണ്. യെസ്, അച്ചു. യെസ്, ഒരു വാചകം ഞാൻ പറയാണ്. വാചകം ഇതാണ്, when I went there she was sleeping. ഇതാണ് വാചകം കേട്ടോ. when I went there she was sleeping. when I went there she was sleeping. അപ്പൊ അച്ചു, ഞാൻ ഇതിൻ്റെ അകത്ത് when I went there she was sleeping എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പക്ഷെ ഇടയ്ക്കൊരു കോമ ഇടാമായിരുന്നു. ഞാൻ കോമ ഇടാനായിട്ട് വിട്ടുപോയി. ആ ഉത്തരവാദിത്വം ഞാൻ അച്ചുവിന് അറിയണം. എവിടെ ഇടും കോമ? കഴിഞ്ഞിട്ട് എവിടെ ഇടും? when I went there she was sleeping എന്ന് പറയുന്ന ഒരു വാചകത്തിൽ ഒരു കോമ ഇടണം. എവിടെ ഇടും? ഏത് വാക്ക് കഴിഞ്ഞിട്ട് കോമ ഇടും എന്ന് പറഞ്ഞാൽ മതി. ഏത് വാക്ക് കഴിഞ്ഞിട്ട്? ഇല്ല, ഞാൻ ഒന്നുകൂടി പറയാം, കേൾക്കൂ.
when I went, W-E-N-T, went there, T-H-E-R-E, there, she was sleeping. ഇതാണ് വാചകം. ഇതിനകത്ത് എവിടെയാണ് കോമന്റ് ഉള്ളത്? ഏത് വേർഡ് കഴിഞ്ഞിട്ടാണ് കോമന്റ് ഉള്ളത്? ഇതാണ് ചോദ്യം. ആർക്കെങ്കിലും ഷീ കഴിഞ്ഞിട്ടല്ലേ? ഓക്കെ ഓക്കെ അച്ചു, ഓക്കെ ഓക്കെ. അപ്പൊ അച്ചു പറയുന്നത് ഷീ കഴിഞ്ഞിട്ടാണ് കോമന്റ് ഉള്ളത്. താരാഗിരി കഴിഞ്ഞിട്ട്, യെസ്, കഴിഞ്ഞിട്ടാണ്. നോക്കി, when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു. അപ്പൊ when I went there, ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ളത് നമുക്ക് രണ്ട് കഷ്ണങ്ങളാക്കാം. ഒന്ന് when I went there ഒരു കഷ്ണം, ഷീ വാസ് സ്ലീപ്പിംഗ് അടുത്തൊരു കഷ്ണം. യെസ്, ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്ന പേര് when I went there എന്നുള്ളത് ഒരു ക്ലോസ് എന്ന് പറയും. അതാണ് CLAUSE ക്ലോസ്, ഒരു ക്ലോസ് ആണ്. ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ക്ലോസ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് എത്ര ക്ലോസ് ഉണ്ട്? രണ്ട് ക്ലോസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു തീരുമാനത്തോട്ട് വരാം. ഒരു സെന്റൻസിനെ പല പല ക്ലോസുകളായിട്ട് വിഭജിക്കാം. അതുമല്ല എങ്കിൽ നമുക്ക് പറയാം ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നോ ഒന്നിലധികം ക്ലോസുകളുടെ സങ്കലനമാണ് ഒരു സെന്റൻസ്. എ സെന്റൻസ് ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു സെപ്പറേറ്റഡ് ക്ലോസ്, CLAUSE ക്ലോസ്. പല പല ക്ലോസുകളായിട്ട് വിഭജിക്കാം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നയന, ഐഷ, ഓക്കെ. ഇതിന്റെ അകത്തൊരു വാചകം when I went there, she was sleeping. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ആ she was sleeping എന്നുള്ളത് അത് ഒഴിവാക്കിയാണ്, അത് പറയുന്നില്ല. when I went there എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവൂ? ആകുമെങ്കിൽ ആകുന്നില്ല എങ്കിൽ ആയില്ല എന്ന് പറയാം. when I went there എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവൂ? സർ ആകും. യെസ്, ഓക്കെ. അവിടെ നിൽക്കട്ടെ. സേതുലക്ഷ്മി, സേതു വരുമെന്ന് വിചാരിക്കാം. സെയ്ദ്, അഞ്ജലി. കംപ്ലീറ്റ് ആവില്ല. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മള് അഞ്ജലി പറയുന്നത് കംപ്ലീറ്റ് ആവില്ല എന്നാണ്. നോക്കാം നമുക്ക്. when I went there എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ, അത്രയും പറഞ്ഞത് നമുക്ക് ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. അതിന് ബാക്കി കുറച്ചുകൂടി ഉണ്ടെങ്കിലല്ലേ മീനിങ് കംപ്ലീറ്റ് ആവുള്ളൂ. when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാതെ പോയി കഴിഞ്ഞാല് സെന്റൻസ് അത് പൂർത്തിയാക്കില്ല വിചാരിക്കും. അപ്പൊ നമുക്ക് പറയാം ഐഷ, അത് മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ. യെസ്, അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്ലോസിന്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല when I went there എന്ന് പറയും. അങ്ങനെ ഒരു സെന്റൻസിനെ പല ക്ലോസുകളാക്കാം. അതിൽ ഒരു ക്ലോസ് എടുത്ത് നമ്മൾ അതിന്റെ മാത്രം അർത്ഥം പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർത്തിയാകുന്നില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. അതിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഈ സബോർഡിനേറ്റ് ക്ലോസിനെ തന്നെ വേറൊരു പേരും കൂടി പറയും, ഡിപ്പെൻഡിങ് ക്ലോസ്. ഡിപ്പെൻഡിങ് ക്ലോസ്. അപ്പൊ ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സബോർഡിനേറ്റ് സെയിം ആണ്. അപ്പൊ അതിനകത്ത് എന്താണ്, ഒരു സെന്റൻസിന്റെ ഒരു ഭാഗം ഒരു ക്ലോസ് എടുത്തിട്ട് അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആകുന്നില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിപ്പെൻഡിങ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ്. നമുക്ക് രണ്ട് പേരുകൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കേണ്ട. തൽക്കാലം നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞ മനസ്സിൽ വിചാരിച്ചു വെക്കാം. യെസ്, ഐശ്വര്യ സെൽവൻ. ഓക്കെ ഐശ്വര്യ, ഇതിന്റെ അകത്ത് when I went there എന്നുള്ളത് നമ്മൾ ഒഴിവാക്കി. അതിന് ബാക്കിയാണ് പറയണത്. ഷീ വാസ് സ്ലീപ്പിംഗ്. അത്രയും മാത്രം പറഞ്ഞ അർത്ഥം പൂർത്തിയാകുമോ ഇല്ലയോ? ഇതാണ് ചോദ്യം. അത് പൂർണ്ണം, കാരണം അവൾ ഉറങ്ങുകയായിരുന്നു
ഉറങ്ങുകയായിരുന്നു. മീനിങ് കംപ്ലീറ്റ് ആണ് അല്ലേ? അല്ലേ? എന്ന് ചോദിച്ചപ്പോ ശിവക്ക് ഒരു സംശയം. അപ്പൊ എന്ന് സംബന്ധം ചെയ്തിട്ടാന്നുള്ളത് നമ്മൾ പറയുന്നില്ലല്ലോ. വെറുതെ ശിവ സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോ ഇതാവില്ലല്ലോ, പൂർണ്ണമാവില്ല. അവൾ ഉറങ്ങിയായിരുന്നു എന്ന് പറയുമ്പോ പൂർണ്ണമായില്ലെന്നാണ് ഐശ്വര്യ അഭിപ്രായം. പൂർണ്ണമായിട്ടില്ല. ഏതെങ്കിലും ഒരു വശത്ത് ആരെങ്കിലും ചോദിച്ചപ്പോഴും പറഞ്ഞ ഐശ്വര്യ, നമുക്കപ്പോ ഒരാളെ കൂടി വിളിക്കട്ടെ. ഷീല ടോമി പറഞ്ഞോളൂ. പൂർണ്ണമാണ്. പൂർണ്ണമാണ്. ഐശ്വര്യ, അത് മീനിങ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിചാരിക്കുന്നു. ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു. സബ്ജക്റ്റ് വെർബ് ഇതെല്ലാം പക്കയാണ്. മറ്റത് അങ്ങനെയല്ല, ഒരു കണ്ടീഷൻ വന്ന് നിൽക്കിയത്. അതായത് ഏതായിരുന്നു? ഞാൻ അവിടെ ചെന്നപ്പോൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇപ്പൊ പറഞ്ഞ സംഗതിയിലോട്ട് വരാം. അപ്പൊ ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുടെ മുകളിലുള്ള പറഞ്ഞില്ലെങ്കിലും മീനിങ് കംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന ക്ലോസിനെ നമുക്ക് വേറൊരു പേര് പറയാം, മെയിൻ ക്ലോസ് എന്ന് പറയാം. എന്ത് പറയാം? മെയിൻ ക്ലോസ്. ഈ മെയിൻ ക്ലോസിന് തന്നെ വേറൊരു പേരും കൂടി പറയാം. ആ പേരാണ് പ്രിൻസിപ്പൽ ക്ലോസ്. പ്രിൻസിപ്പൽ ക്ലോസ്. യെസ്, ഓക്കെ. അപ്പൊ മെയിൻ ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ഞാനത് പറയുന്നു. ഒരു സെന്റൻസ് എഴുതുന്നു. ആ സെന്റൻസിനെ നമുക്ക് 2-3 ക്ലോസുകളായിട്ട് വിഭജിക്കാം. അതിൽ മീനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ക്ലോസ് എന്നും, മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആ സബോർഡിനേറ്റ് ക്ലോസ് അതിന്റെ അർത്ഥം പൂർത്തിയാവാൻ വേണ്ടിയിട്ട് വേറൊരു മെയിൻ ക്ലോസ് ഇങ്ങനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഡിപ്പെൻഡിങ് ക്ലോസ് കൂടി അതിനെ പറയുന്നത്. യെസ്, ഓക്കെ. ഡിപ്പെൻഡിങ് ക്ലോസ്. അപ്പൊ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, എന്താണ് മെയിൻ ക്ലോസ് പിടികിട്ടിയല്ല? യെസ്, ഓക്കെ. വാട്ട് ഈസ് മീൻ ബൈ സബോർഡിനേറ്റ് ക്ലോസ്, എന്താണ് മെയിൻ ക്ലോസ് നമുക്ക് പിടികിട്ടി. യെസ്. ഇനി നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസിലോട്ട് നമുക്ക് തിരിച്ചു വരും. അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞത് നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസിനെ കുറിച്ച് പറയുമ്പോൾ അന്നേരത്തൊന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചത്. യെസ്, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് ആരംഭിക്കാം. ഞാൻ അടുത്തൊരു വാചകം പറയും, എഴുതിക്കോ. ദ ടീച്ചർ who taught me, T-A-U-G-H-T, taught me English lives in the city. ഓക്കെ, അവിടെ നിൽക്കട്ടെ. യെസ്. ഇനി നമുക്ക് ഈ സെന്റൻസ് നമുക്കൊന്ന് അപഗ്രഥിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഈ സെന്റൻസിന് അർത്ഥം പിടികിട്ടിയത് ദ ടീച്ചർ ഹു ടോട്ട് മീ ഇംഗ്ലീഷ്. അല്ല, ആ ഹൂ എന്ന് പറഞ്ഞാൽ ആയാന്നാണ്. ഹു ടോട്ട് മീ ഇംഗ്ലീഷ്, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ ടീച്ചർ. ലിവ്സ് ഇൻ ദ സിറ്റി, സിറ്റിയിലാണ് താമസിക്കുന്നത്. യെസ്. അപ്പൊ നമ്മള് നേരത്തെ വാട്ട് ഈസ് അഡ്ജക്റ്റീവ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലും അഡ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു നൗണിനെ, ഒരു പേരിനെ, ഒരു വസ്തുവിനെ, ഒരു സംഗതിയെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്ന വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയാം. മുംതാസ് ഈസ് എ ഗുഡ് ലേഡി. അപ്പോ ആ ലേഡി എന്ന് പറയുന്ന സംഗതി പേരിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ലേഡി? ഗുഡ് ലേഡി. കണ്ട, അപ്പൊ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ്. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സംഗതിയും ഇപ്പൊ നമ്മൾ എഴുതിക്കുന്ന വാചകമില്ലേ, ആ വാചകത്തില് അതിൻ്റെ അകത്തും ഒരു അഡ്ജക്റ്റീവ് എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു അഡ്ജക്റ്റീവ് ആയിട്ടല്ല എടുക്കുന്നത്, 2-3 വാക്കുകളുണ്ട്. ഒരു ക്ലോസ് ആയിട്ടാണ് എടുക്കുന്നത്. എന്താണ് എടുക്കുന്നത്? ഒരു ക്ലോസ് ആയിട്ടാണ് എടുക്കുന്നത്. അതാണ് നമ്മൾ 2 രീതിയിലുള്ള ക്ലോസിനെ കുറിച്ച് ആദ്യം പറഞ്ഞത്. മെയിൻ ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇവിടെ നോക്കാം. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പേരല്ലേ?
യെസ്, ഒരു നെയിം അല്ലേ, നൗൺ അല്ലേ, ആ ടീച്ചറിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ടീച്ചർ? എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ. അപ്പൊ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ എന്നുള്ള സംഗതി ആരെ വിശേഷിപ്പിക്കുകയാണ്? ടീച്ചറിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ എന്നുള്ളത് എന്താണ്? അത് അഡ്ജക്റ്റീവാണ്. ആ അഡ്ജക്റ്റീവില് ഒരു വാക്കാണ് ഉള്ളത്. നോക്കിയേ, പൂവുണ്ട്, തോട്ടുണ്ട്, മീ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, 4 വേർഡുണ്ട്. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ എന്ന് പറയുമ്പോ രഞ്ജിനി, അത് മെയിൻ ക്ലോസ് ആയിട്ട് വരും, സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് വരും? എന്നെ ഇംഗ്ലീഷ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ല മെയിൻ ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ അത്രയും മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻ ക്ലോസ് ആണ്, സബോർഡിനേറ്റ് ക്ലോസ് ആണ്? വേറെ ഒന്നും പറയുന്നില്ല. സബോർഡിനേറ്റ് ക്ലോസ് അല്ലേ? വെരി ഗുഡ്, സബോർഡിനേറ്റ് ക്ലോസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത്രേ ഉള്ളൂ. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ അത്രയും മാത്രം പറഞ്ഞ സബോർഡിനേറ്റ് ക്ലോസ് ആണ് കേട്ടോ. അപ്പൊ അത് ടീച്ചർ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിച്ചിരിക്കുന്നു. ഏതാണത്? ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ്. അപ്പൊ ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ് എന്നുള്ളത് എന്താണ്? ഒരു അഡ്ജക്റ്റീവൽ ക്ലോസ് ആണ്. അഡ്ജക്റ്റീവൽ ക്ലോസ് ആണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ് എന്നുള്ളത് ഇല്ല എന്ന് വിചാരിക്കുക. അതില്ല, അത്രയില്ല. ബാക്കി ഒന്ന് വായിച്ചു നോക്കി. ദ ടീച്ചർ ലിവ്സ് ഇൻ ദ സിറ്റി. അപ്പൊ മെയിൻ ക്ലോസ് ആയി. ടീച്ചർ സിറ്റിയിൽ താമസിക്കുന്നു അല്ലേ? മെയിൻ ക്ലോസ് ആണത്. ദ ടീച്ചർ ലിവ്സ് ഇൻ ദ സിറ്റി. ആ ടീച്ചർ ലിവ്സ് ഇൻ ദ സിറ്റി എന്നുള്ളതിൽ ആ ടീച്ചറിനെ വിശേഷിപ്പിക്കുന്നത് ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ്. പിടികിട്ടിയോ? ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം എന്ത് പറഞ്ഞത്, എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് ഒക്കെ ആദ്യം പറഞ്ഞത്. കാരണം ഇവിടെ നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിക്കും. ഇത് ഉപയോഗിക്കും, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിക്കും. അതിനെയാണ് പറയുന്നത് അഡ്ജക്റ്റീവൽ ക്ലോസ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ് എന്നുള്ളത് അതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവൽ ക്ലോസ്. ഓക്കെ. ശിഖ, then ഷാജി PM. യെസ്, രേവതി. രേവതി, ഞാൻ അടുത്തൊരു വാചകം പറയാം. ആ വാചകത്തിലുള്ള അഡ്ജക്റ്റീവൽ ക്ലോസ് ഏതാണെന്ന് രേവതി പറഞ്ഞാൽ മതി. ഓരോരുത്തരും കണ്ടുപിടിച്ച് വെച്ചോ. ഓക്കെ, ശരി. അത് ഞാൻ കേട്ടില്ല കേട്ടോ. സോറി. ബാങ്കിന്റെ കാര്യം നോക്കട്ടെ. അപ്പൊ പിന്നെ ആർക്കും വരാം. അപ്പൊ ശനിക്ക് തരാം. യെസ്, ശനി വരെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുതിക്കും. ദ ഗേൾ whom 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 I love a lot is sitting under the tree. Is sitting under the tree. മരം. ഞാൻ ഒന്നുകൂടി പറയാം. The girl whom I love a lot is sitting under the tree. അർത്ഥം പിടിയിട്ടില്ല, പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെൺകുട്ടി ആ മരത്തിന്റെ ചുവട്ടിൽ ഇരിപ്പുണ്ട്. യെസ്, ഇതിന്റെ അകത്തൊരു അഡ്ജക്റ്റീവൽ ക്ലോസ് കിടപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ്, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ എന്നുള്ള പോലെ ഒരു സംഗതിയുടെ അകത്ത് കിടപ്പുണ്ട്. അപ്പോ അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ഷാജി, നോ പ്രോബ്ലം. യെസ്, അപ്പൊ നമ്മുടെ ഷാജി PMന്റെ ഫോൺ കംപ്ലൈന്റ് ആയി, മൈക്ക് കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് വിളിച്ചപ്പോൾ വരായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, ഓരോരുത്തരും കണ്ടുപിടിച്ച് വെച്ചോ. ഓക്കെ, കണ്ടുപിടിച്ച് വെച്ചോ. യെസ്, ശനിക്കാണ് ഫസ്റ്റ് ചാൻസ് വന്നിരിക്കുന്നത്. ഹൂമ് വരില്ലേ? ഹൂമ്
പിന്നെ ഐ ലവ് എ ലോട്ട്. whom I love a lot. അതാണ് ഉദ്ദേശിച്ചത്. ഹൂം, സോറി, ഹൂം. A lot. അല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ, ആരെയാണോ. യെസ്, ഓക്കെ ഓക്കെ, ശരി, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ കേട്ടോ. നോക്കിയേ, ദ ഗേൾ, ആ പെൺകുട്ടി. ഹും എന്ന് പറഞ്ഞാല് ആരെ, ആരെയാണോ ഐ ലവ് ഞാൻ സ്നേഹിക്കുന്നത്, എ ലോട്ട്. അപ്പൊ നോക്കിയേ, ഹും ഐ ലവ് എ ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ സ്നേഹിക്കുന്നത്, ആരെയാണോ സ്നേഹിക്കുന്നത് ആ ആരെയാണോ സ്നേഹിക്കുന്നതായ പെൺകുട്ടി. യെസ്, സ്നേഹിക്കുന്നതായ ഈ സിറ്റിംഗ് അണ്ടർ ദ ട്രീ. ഇനി അതിൻ്റെ അകത്ത് നോക്കിയേ, ഹും ഐ ലവ് എ ലോട്ട് എന്നുള്ളത് ഇല്ലാന്ന് വിചാരിക്കും. വായിക്കൊന്ന് വായിച്ചു നോക്കിയേ ഷെനി. The girl sitting under the tree. The girl is sitting under the tree. മെയിൻ ക്ലോസ് ആയില്ലേ അപ്പൊ? സിറ്റിംഗ് അണ്ടർ ദ ട്രീ. യെസ്. അപ്പൊ ഇവിടെ ദ ഗേൾ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ഗേളാണ്? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതായ ഗേൾ. കേട്ടോ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതായ ഗേൾ. അതപ്പോ എന്താണത്? അതാണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞത്. പിടികിട്ടിയല്ലോ? യെസ്. അടുത്ത വാചകം പറയാം. യെസ്, അടുത്ത വാചകം. യെസ്, എഴുതിക്കോ, സമയമുണ്ട്. ദ താജ്മഹൽ, the Taj Mahal, which stands, stands, stands on the banks, banks, bank എന്ന് പറഞ്ഞ തീരുന്നുണ്ട്, banks of river Yamuna, 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 is in Agra, capital AGRA. Yes, ഞാൻ ഒന്നുകൂടി പറയാം. The Taj Mahal, which stands on the banks of the river Yamuna, is in Agra. ജോസ്മി, ഇതിനകത്തും കെടുപ്പുണ്ട് ഒരു adjective clause. അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. Which stands on the banks. അത്ര മതിയാ? അത്രയും മതി. റിവർ ഒന്നും വേണ്ട അല്ലേ? വേണ്ട. ഓക്കെ, സമ്മതിച്ചു. അപ്പോ ആ വേണ്ടാത്ത സംഗതി, അപ്പൊ ആ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞ സംഗതി എടുത്ത് മാറ്റിയിട്ട് ബാക്കി വായിച്ചു നോക്കുമ്പോ ഒരു മെയിൻ ക്ലോസ് ആയിട്ട് കിട്ടുന്നുണ്ട്. The Taj Mahal of River Yamuna is in Agra. കല്ല് കടിക്കുന്നുണ്ടോ എവിടെയെങ്കിലും പറയുമ്പോ? ഒന്നുകൂടി വായിച്ചു നോക്കി. അറിയില്ല. യെസ്, അലീസ ഒന്ന് പറഞ്ഞു നോക്കിയേ. Sir, which stands on the banks of river Yamuna. അതാണ് adjective clause. അത്ര വരെ വരും. നോക്കിയേ, which stands on the banks of river Yamuna, യമുന നദിയുടെ കരയിൽ നിൽക്കുന്നതായ. അത്രയും വരെ എന്താണ്? അഡ്ജക്റ്റീവൽ ക്ലോസ് ആണ്. യമുനയുടെ തീരത്ത് നിൽക്കുന്നതായ. അത് എന്തിനു വിശേഷിപ്പിക്കണം? താജ്മഹൽ വിശേഷിപ്പിക്കണം. താജ്മഹൽ നെയ്മാണ്, പേരാണ്. അതിനെ വിശേഷിപ്പിക്കണം. എങ്ങനെയുള്ള താജ്മഹൽ? യമുനയുടെ തീരത്ത് നിൽക്കുന്നതായ. അപ്പോ ജോസ്മി, ഇനി ബാക്കിയുള്ളതൊന്ന് വായിച്ചു നോക്കിയേ. The Taj Mahal is in Agra. അല്ല, കറക്റ്റ്. താജ്മഹൽ ഈസ് ഇൻ ആഗ്ര കറക്റ്റ് ആയില്ലേ? താജ്മഹൽ ആഗ്രയിലാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ താജ്മഹൽ റിവർ യമുന ഇൻ ആഗ്ര എന്ന് പറയുമ്പോ തന്നെ തോന്നുന്നില്ല എവിടേക്കോ ഒരു ചെറുതായിട്ട് ഒരു പറയാൻ തന്നെ തോന്നുന്നില്ല. യെസ്, താജ്മഹൽ ഈസ് ഇൻ ആഗ്ര കറക്റ്റ് സെന്റൻസ് ആണ്. താജ്മഹൽ ആഗ്രയിലാണ്. യെസ്, ഓക്കെ, പിടികിട്ടിയല്ലേ? ബേസ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ക്ലോസ് എന്താണെന്ന് പറഞ്ഞത്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞത്, മെയിൻ ക്ലോസ് എന്താണെന്ന് പറഞ്ഞത്.
ഇനി നമുക്കൊരു കണ്ടീഷണൽ സെന്റൻസുമായിട്ട് സംഗതി ഉണ്ട്. അതെടുക്കുമ്പോൾ ഈ മെയിൻ ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് കൂടി ഒന്നുകൂടി നമ്മൾ പറയും. കാരണം അവിടെയും ഇതിന്റെ സംഗതി ആവശ്യം വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഒന്നുകൂടി അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. യെസ്, അപ്പോ പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്നുള്ളത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാൻ ഒരു വാചകം കൂടി എഴുതിയിട്ടേക്കാം, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. എഴുതിക്കോ. ദ പ്ലേസ്, PLAC, പ്ലേസ്, where, WHERE, where I visited last year, VISITED, where I visited last year was an amazing, AMA is a danger, amazing one. Yes, was amazing one. ഇത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് നോക്കിയാൽ മതി. ഇതിന്റെ അകത്ത് ഒരു അഡ്ജക്റ്റീവൽ ക്ലോസ് കിടപ്പുണ്ട്. ഏതാണെന്ന് സ്വന്തമായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? സാനിത. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. Hello everyone. Hope you all have learned a new lesson from today's class. First, I thanking to Job sir. You gave your valuable time for us, and I wish all my classmates for your great future. I will cherish the lesson learned and friendship gained here. Thank you. Yes. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാതെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ചോദിച്ചോ, ഒന്നുകൂടി പറയാം കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചോളൂ. സാർ, ഒരു സംശയം ഉണ്ടായിരുന്നേ. എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എക്സാം ഇട്ടില്ലായിരുന്നോ, മോക്ക് ടെസ്റ്റ്? അതിനകത്ത് ഷീ എന്ന് തുടങ്ങുന്നിട്ട് ലാസ്റ്റ് നമ്മള് ഹെർ സെൽഫ് എന്നല്ലേ വരേണ്ടിയിരുന്ന ക്വസ്റ്റ്യൻ ഞാൻ വിട്ടു നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാതെ. പക്ഷെ അതിനകത്ത് ആൻസർ ചെയ്തപ്പോ ഇറ്റ് സെൽഫ് എന്ന കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. She wants to complete the project today. Dash. അപ്പോൾ നമ്മൾ ആ പ്രോജക്റ്റ് അവൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. അവൾ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നല്ല. ആ ഇന്ന് എന്ന് പറഞ്ഞ പേരില്ലേ, അതിന്റെ അതാണ് ഇറ്റ്സെൽഫ് വരാനാണ്. ഇറ്റ്സെൽഫ് കറക്റ്റ് ആണ്. ടുഡേ ഇറ്റ്സെൽഫ്, ഇന്ന് തന്നെ കിട്ടണം പറയില്ലേ നമ്മള്. അങ്ങനെ നോക്കിയേ. യെസ്, അപ്പൊ കൊടുത്ത് നമുക്ക് ഷീ കണ്ടെന്ന് വിചാരിച്ചിട്ട് ഹെയർ സെൽഫോ ഹിംസെൽഫോ വെക്കരുത്. ഒന്ന് അർത്ഥവും കൂടി നോക്കിയേക്കണം. ഓക്കെ, യെസ്, അവിടെ അർത്ഥം നോക്കുമ്പോ കറക്റ്റ് ആണ്. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു തെറ്റുണ്ടെന്ന് പോലെ തോന്നിയില്ലേ, അപ്പൊ അതിന് ഞാൻ അലീസക്ക് പ്രത്യേക അഭിനന്ദനം പറഞ്ഞു. കാരണം അങ്ങനെ തോന്നണ്ടേ, തോന്നുന്നതിന് നമ്മൾ അതിനെക്കുറിച്ച് അറിയണം. അപ്പോഴാണ് അതിനകത്ത് തോന്നുന്നത്. സംശയങ്ങൾ ഉണ്ടാവണം. സംശയം എപ്പോഴും ബുദ്ധിയുടെയും ചിന്തിക്കുന്നതിന്റെ ലക്ഷണമാണ്. ഓക്കെ, വിഷ് ഓൾ ദ ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, Thank you, sir. Thank you, sir. Thank you, sir. Thanks, sir.